ദൈവം നമുക്ക് നന്മ എന്ന് പറയും. തന്ന ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. എന്താ ഈ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത? ഈ പരിശുദ്ധാത്മാവാണ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ്, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്, ഒരു അഡ്വക്കേറ്റായിട്ട് നിൽക്കുന്ന പരിശുദ്ധാത്മാവ്, ഒരു കൗൺസിലറായി നിൽക്കുന്ന പരിശുദ്ധാത്മാവ്, നമ്മെ നിത്യതയിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്ന പരിശുദ്ധാത്മാവ്, മരിച്ച നമ്മുടെ ശരീരത്തെ ഉയർപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്. മണ്ണോട് മണ്ണായി നാം അമർന്നു പോയാലും എൻ കാന്തൻ യേശു എന്നെ കൈവിടത്തില്ല, എന്നെ ഉയർപ്പിക്കും. ശരീരത്തോടെ എങ്ങനെ ഉയർപ്പിക്കുന്നത്? എന്റെ മേലുള്ള എന്റെ ശക്തി കൊണ്ടല്ല, not because of my muscular power or the financial power, by the power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ഹല്ലേലൂയ. ഈ ലോകത്തിൽ മണ്ണോട് മണ്ണായി തീർന്നു പോകുന്നതൊന്നും നന്മയല്ല, അതെല്ലാം തീർന്നു പോകുന്നതാണ്. നമ്മുടെ സൗന്ദര്യം തീർന്നു പോകുന്നതാണ്, നമ്മുടെ ആരോഗ്യം തീർന്നു പോകുന്നതാണ്, നമ്മുടെ സമ്പത്ത് തീർന്നു പോകുന്നതാണ്. ഹല്ലേലൂയ, ആമേൻ. നമുക്കിന്ന് ഉണ്ട് എന്ന് നാം പറയുന്നതെല്ലാം ടെമ്പററി ആണ്, വേണ്ട എന്നല്ല, അതൊക്കെ ദൈവം നിനക്ക് തന്നതാണ്. വേദപുസ്തകം പറയുന്നു, ഗുഡ്നസ് ആൻഡ് മേഴ്സി വിൽ ഫോളോ യു. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്റെ കണ്ണടയുന്നത് വരെ നിന്നെ അനുഗമിക്കത്തക്ക രീതിയിൽ നന്മ കൊണ്ട് നിറച്ചു നിന്നെ നടത്താൻ ദൈവത്തിന് കഴിയുമെന്ന്. അവിശ്വാസം ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. വിശ്വസിക്കുന്ന യുവക്കളെ, നമുക്ക് വേണ്ടുന്നതെല്ലാം നമ്മുടെ കർത്താവ് നമുക്ക് തരും. ഈ ഭൂമിയിലെ നന്മ ദൈവം നമുക്ക് തരും. ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം നമുക്ക് തരും. ഈ ഭൂമിയിൽ നമ്മളെ നടത്താൻ നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. എന്നാൽ നമ്മൾ മിസ്സാക്കാൻ പാടില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട നന്മ നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തെ നഷ്ടപ്പെടുത്തി ഒരു നന്മയും നമ്മൾ നേടാൻ പോകരുത്. നമ്മുടെ ദൈവത്തെ ഒഴിവാക്കി ഒരു അനുഗ്രഹവും നമ്മൾ പ്രാപിക്കാൻ പോകരുത്. ദൈവം കൂടാതെയുള്ള നന്മകളെല്ലാം നമ്മെ തകർച്ചയിൽ കൊണ്ടുപോകുമ്പോൾ, ദൈവത്തെ കൂടാതെയുള്ള ഉയർച്ചകളെല്ലാം തകർന്ന് തരിപ്പണമാകുമ്പോൾ, ദൈവത്തെ കൂടാതെ പണിയുന്നതെല്ലാം ഒരു ചീട്ടുകൊട്ടാരം പോലെ താഴെ പോകുമ്പോൾ, ദൈവത്തോടു കൂടി നീ നന്മ പ്രാപിക്കുമ്പോൾ ദൈവം നിനക്ക് നന്മകളെ പിടിച്ചു പറിക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും പറ്റില്ല, ലോകത്തിലെ ഒരു അന്ധകാര ശക്തിക്കും പറ്റില്ല. വിശ്വസിക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട് ഇന്ന് പകൽക്കാലം? എൻ്റെ ദൈവം എനിക്ക് തരുന്ന നന്മകൾ ഇത് സേഫ് ആണെന്ന് പറയാൻ